ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇറക്കിയത് 1,18,00,000 രൂപ 7 പേരിൽ നിന്നും DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് വാങ്ങിച്ചു തന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ജോലി ലഭിക്കാത്ത ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ എന്നെ സമീപിക്കില്ലേ? അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരത്തില്ലേ? അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞതിന് ശേഷം വന്ന DCC ഇല്ലേ, KPCC ഇല്ലേ, ഇവിടെ നീതിന്യായ കോടതിയില്ലേ, ഇവിടെ പോലീസ് വ്യവസ്ഥകളില്ലേ? ഒരു പരാതി അവർ കൊടുക്കൂലേ? ഒരു പരാതി അവർ കൊടുക്കില്ലേ? അതുകൊണ്ട് ഇത് സമഗ്രമായ അന്വേഷണം വേണം, രണ്ട് തരത്തിൽ. മറ്റൊന്ന്, ഈ സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് NM വിജയൻ KPCC പ്രസിഡന്റിന് അന്ന് കൊടുത്ത പരാതിയാണ്. ഇങ്ങനൊരു പരാതി താങ്കൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആ പരാതി എന്ന് പറഞ്ഞത് എന്താണ്? ആ പരാതി പറഞ്ഞത് DCC നിരവധി പരിപാടികൾ നടത്തി, DCCക്ക് വലിയ സാമ്പത്തിക ബാധ്യത വന്നു. ആ സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് പണം ശേഖരിച്ചു കൊടുത്തു. ആ പണം നിയമനത്തിൽ കൂടി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, DCC പ്രസിഡന്റ് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ പരാതി. ഞാൻ ചോദിക്കട്ടെ, വളരെ ഉത്തരവാദിത്തോടു കൂടി ജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും പിരിച്ചെടുത്ത പണം കൊണ്ടാണ് 5 വർഷം DCC പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ നയിച്ചത്. ഞാൻ പ്രസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ 0 അക്കൗണ്ട് ആയിരുന്നു. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ആ ബാങ്ക് ബാലൻസ് വെച്ചാണ് ഞാൻ അടുത്ത DCC പ്രസിഡന്റ് ND അപ്പച്ചന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങുന്നത്? അങ്ങനെ പണം വാങ്ങുന്ന ഉപജാതക സംഘം ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തണമെന്നുള്ളതാണ്. ഇത് എവിടെ വരെ പോയാലും ഞാൻ പോവും. മാത്രമല്ല, നീതിയുക്തമായ അന്വേഷണം എനിക്ക് ആവശ്യമാണ്. കാരണം എന്നെ വേട്ടയാടുകയാണ്. എന്നെ കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായിട്ട് എന്നെ വേട്ടയാടുകയാണ്. ആ വേട്ട അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി NM വിജയൻ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട നേതാവിൻ്റെ ഗതി മറ്റൊരാൾക്ക് വരാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ തിങ്കളാഴ്ച രാവിലെ SP-യെ കാണുന്നത്. അതിനുശേഷം നീതിന്യായ കോടതിയായിട്ട് ഞാൻ സമീപിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമഗ്രമായ അന്വേഷണം അതിൻ്റെ അകത്ത് വേണം. ആരൊക്കെയാണ് പണം കൊടുത്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ്? ആരാണ് പണം വാങ്ങിയത്? പണം കൊടുത്തവനും പണം വാങ്ങിയവനും കുറ്റക്കാരായി മാറേണ്ട രീതിയിലേക്ക് നിയമസാധ്യതകൾ കൊണ്ടുവരാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. ഒരാൾ പോലും സമീപിച്ചിട്ട് പറയട്ടെ. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളൊക്കെ വിഡ്ഢികളാണോ? ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് 25 ലക്ഷം 20 ലക്ഷം ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സമയത്ത് ഏതാണ്ട് 2 ലക്ഷം അഭ്യർത്ഥനകളിൽ ഇന്നും 20 വർഷമായിട്ടുള്ള എൻ്റെ ഫോൺ നമ്പർ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ചെന്ന് പണം ചോദിക്കുമ്പോൾ IC ബാലകൃഷ്ണൻ MLA പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പണം വേണമെന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് എന്നെ വിളിക്കാലോ? അതുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. ഞാൻ എൻ്റെ പാർട്ടി KPCC പ്രസിഡന്റിന് കത്ത് നൽകും. വീണ്ടും അന്വേഷണം തുടരണം. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ഈ വേട്ടയാടൽ നിർത്തിയേ പറ്റൂ. NM വിജയൻ്റെ ഗതികേട് മറ്റൊരാൾക്കും ഈ ഭൂമുഖത്തുണ്ടാകാൻ പാടില്ലെന്ന് നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. അധികാരങ്ങളൊന്നും ഉണ്ടാവും, നാളെ അധികാരങ്ങൾ നഷ്ടപ്പെടും. അതിലൊന്നും IC ബാലനെ സംബന്ധിച്ച് ഭയമില്ല. എൻ്റെ കൈ ശുദ്ധമാണ്. എന്നെ മോശമാക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ എന്നെ വളരെ ചെറുതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടി നടക്കുന്നു. ഇത് സുൽത്താൻ ബത്തേരിയിലെ നല്ല വോട്ടർമാർ, നല്ല വ്യക്തിത്വ ഉടമകളായ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ഇതൊന്നും വിലപ്പോവില്ല. ആരും ആയിക്കോട്ടെ, പാർട്ടിയിലായിക്കോട്ടെ, പാർട്ടിയിൽ പെടാത്ത ആളുകളായിക്കോട്ടെ, നീതിയുക്തമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സന്നദ്ധമാണ്. അത് പറയാൻ മുന്നോട്ട് പോകും. വളരെ വേദനയുണ്ട് NM വിജയൻ്റെ ഈ ആത്മഹത്യ. ആരൊക്കെയാണ് അതിന് കൂട്ടുന്നത്? എവിടെയൊക്കെയാണ് വിജയേട്ടൻ സഞ്ചരിച്ചത്? ആരൊക്കെയാണ് വിജയേട്ടൻ ഫോൺ ചെയ്തത്? ഫോൺ സംവിധാനങ്ങൾ, അതിൻ്റെ കോൾ രജിസ്റ്റർ അടക്കമെടുത്ത്, ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് വോയിസ് അടക്കമെടുത്ത് ഈ പ്രതികളെ കണ്ടെത്താനുള്ള നടപടി
ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക മേഖല ഉപയോഗപ്പെടുത്തി നടത്തണം എന്നുള്ളതാണ് എൻ്റെ വാദം. അത് പോലീസിൽ SP യോട് ആവശ്യപ്പെടും. ആവശ്യപ്പെടും, തീർച്ചയായിട്ടും ആവശ്യപ്പെടും.